എന്നിട്ടുള്ള ആ റേജൻ ഒരു പറയുന്നത്. അപ്പൊ ഞാൻ വണ്ടർ ചെയ്തിട്ട് ആ റേജനെയാണ് അവരത് വരുന്നത്. അപ്പൊ നീ ഇപ്പോ നേരത്തെ പറഞ്ഞു എന്താണ് ഒരു ആദിവാസി കോളനി പോയപ്പോ ഒബ്വിയസ്ലി അത് റേജന്റ് ആക്കുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നല്ലോ അല്ലെ എന്റെ എക്സ്പീരിയൻസ്? ഒരു മാസം അവിടെ നിന്ന് പറയുമ്പോ ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ ഒരു മാസം വരെ നിന്ന് ഞാൻ ഒരുപാട് തവണ അവിടെ പോയും അവരെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എനിക്കിപ്പോ അത് പ്രോപ്പറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അട്ടപ്പാടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ആദിവാസികളല്ല അവിടെ ആദിവാസികളും വന്തവാസികളും എന്ന് പറഞ്ഞ ടീമുണ്ട്. വന്തവാസികൾ എന്ന് പറയുന്നത് അവരുടെ പലരുടെയും ഭാഷയിലാണ് വന്തവാസി എന്ന് പറയാ. അതായത് പുറത്തു നിന്ന് കുടിയേറി വന്നിട്ട് ആദിവാസി യുവതികൾ കല്യാണം കഴിച്ചിട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യര്. അപ്പോ ഇത്തരത്തിലുള്ള ജനങ്ങളോടെ ഉണ്ട്. അത് പലപ്പോഴും പലരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദിവാസി യുവതികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാണ്ട് അങ്ങനെ വരുന്നവരുണ്ടാവാം. ഭർത്താക്കന്മാരില്ലാതെ ഒരുപാട് അമ്മമാരുണ്ട് അവിടെ, ഭർത്താക്കന്മാരില്ലാത്ത അമ്മമാര്, ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ടൈപ്പ് ആളുകളുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ അട്ടപ്പാടി. അവിടെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികൾ വൻതോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. അതായത് ഇപ്പോ ഏറ്റവും അവസാനമായിട്ട് അവിടെ വന്ന ഒരു ആദിവാസികൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ച് ഞാൻ നോക്കുമ്പോൾ പ്ലൈവുഡ് കൊണ്ടൊക്കെയാണ് ചുമര് അവർക്കുള്ള വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വൻതോതിൽ. അത് മാത്രമല്ല ഒരുപാട് രീതിയിലുള്ള ചൂഷണങ്ങൾ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അപ്പോ അദ്ദേഹം അവിടെ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് എ പോലീസ് ഓഫീസർ അട്ടപ്പാടിയില്. അപ്പോ ആള് പോലും പറയുന്നത് അവിടെ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി സർക്കാർ കൊടുത്ത പൈസേന്റെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ആദിവാസികള് ഇപ്പൊ ഒരുപക്ഷെ ധനികരായിട്ടുണ്ടാവും. വീതം വെച്ച് കൊടുത്താൽ പോലും അത്രയും ഫണ്ട് ഓരോരുത്തരെയും വീട്ടിലേക്ക് എത്തും. പക്ഷെ അതുപോലെ അവിടെ നടക്കുന്നില്ല. അവർക്ക് ഒരുപാട് അനുഭവം. പിന്നെ ഇവര് ചൂഷണം ചെയ്യപ്പെടുന്ന വേറൊരു മേഖലയിലാണ്. ഇവർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഹോസ്പിറ്റലില് പൈസ വേണ്ട, ഭക്ഷണം സൗജന്യമാണ്. പിന്നെ ഇവർക്ക് അധികമായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ കാട്ടുന്ന തേനോ മറ്റ് സംഭവങ്ങൾ കളക്ട് ചെയ്തിട്ട് അവർക്കുള്ള സൊസൈറ്റികളുണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ബാർട്ടർ സിസ്റ്റം അല്ലേ, പഴയ ബാർട്ടർ സിസ്റ്റം പോലെയാണ്. ആ സാധനത്തിന് സെയിം ആയിട്ടുള്ള എമൗണ്ടുള്ള അരി, വെളിച്ചെണ്ണ ഇതൊക്കെ ആദിവാസിക്ക് തിരിച്ചു കൊടുക്കും. ഇതാണ് അവിടെ നിലവിലുള്ള സിസ്റ്റം. അപ്പോ ഇവരിൽ പലർക്കും ജോലിക്ക് പോകണ്ട. കാരണം ഫ്രീ ആണ്, ഫുഡ് എല്ലാം ഫ്രീ ആണ്, ജീവിച്ചാൽ മതി. ഒരു കുടിലുണ്ടാക്കുക, ജീവിക്കുക. അവിടുത്തെ പിന്നെ അവരുടെ മെയിൻ വീക്ക്നെസ് മദ്യം. അതുകൊണ്ട് തന്നെ ഇവർ മേ ബി അലസരായതുകൊണ്ടാണോ എനിക്കറിയില്ല. പക്ഷെ അലസരം എന്ന് പറയാൻ പറ്റില്ല. ഇവര് ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ മദ്യപാനം ഭയങ്കര കടുത്ത രീതിയിലുണ്ട് അവിടെ. സ്ത്രീകളും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നവജാത ശിശുക്കളുടെ മരണം ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് അട്ടപ്പാടി. അതിലൂടെയാണ് പലപ്പോഴും അട്ടപ്പാടി വിവാദത്തിലേക്ക് വരാറുള്ളത്. അതിന്റെ ഒരു പക്ഷെയുള്ള കാരണം ഇവരുടെ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലൊക്കെ തന്നെ ആവാനും സാധ്യതയുണ്ട്. മേ ബി മദ്യപാനം തന്നെ. അവിടെ പലരും നല്ല ആരോഗ്യവാന്മാരാവേണ്ട ആൾക്കാരാണ്. പക്ഷെ ഇവര് വെറുതെ ആൾക്കാരെ നിർത്തുന്നത് ശരിക്കും അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ. ഒരു പണിയില്ലാതെ ആൾക്കാരെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ ഡിസ്ട്രക്ഷനിലേക്കാണ് വിടുന്നതാണ്. അത് തന്നെയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ. കാരണം എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവുമ്പോഴല്ലേ ശരിക്കും ആൾക്കാർ. ഇപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തുണ്ട്, MA കാരനായ ആദിവാസി. അവിടെ ഇപ്പൊ നമ്മുടെ മധുവിന്റെ വിഷയം വന്നപ്പോ വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ലേ. ഈ മധുവിന്റെ അനിയന്റെ ഒക്കെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അനിയൻ മീൻസ് ഒരു റിലേറ്റീവ് ആണ്, വകയില് ഒരു അനിയനായിട്ടൊക്കെ വരുന്ന ഒരാളൊക്കെ ഉണ്ട്. ആളൊക്കെ ഞാൻ ഈ താമസിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരന്റെ കുടിലിൽ നിരന്തരമായി വന്നു പോകുന്ന ആളുകളിൽപ്പെട്ട ആളുകളായിരുന്നു. അവരൊക്കെ നമ്മളോട് മധുവിനെ പറ്റിയും ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായത് മധു മാത്രമല്ല, അട്ടപ്പാടിയിൽ ഒരുപാട് ആദിവാസി യുവാക്കളും യുവതികളും നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ എഡ്യൂക്കേറ്റഡ് ആയതിനു ശേഷം വളരെ കുറച്ച് ആളുകളാണ് ഗവൺമെന്റ് സർവീസിലേക്കും അല്ലെങ്കിൽ മറ്റു ജോലിയിലേക്കും തിരിയുന്നത്. ഭൂരിപക്ഷം ആളുകളും വെറുതെ ഭക്ഷണം കിട്ടുന്നുണ്ട്, ചികിത്സ സൗജന്യമാണ്. ഇപ്പൊ അവനൊരു കുട്ടി ജനിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ അതിന് പോലും ആശുപത്രി ചെലവില്ല, എല്ലാവരും സൗജന്യമാണ്. വിദ്യാഭ്യാസം അതുപോലെ തന്നെയാണ്. അവർക്ക് MA വരെ പഠിക്കണോ, സൗജന്യമാണ്.
അത്രയും കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെന്താ അവർക്ക് അവിടുന്ന് വരണ്ടേ അതോ എന്താണ് നടക്കുന്നത്? അവർക്ക് കാട് വിട്ട് പോരാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ മണ്ടന്മാരാണ്, ഏറ്റവും വലിയ മണ്ടന്മാരാണ് നമ്മൾ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇവരെ കണ്ടപ്പോഴാണ്. കാരണം ഇവരുടെ അറിവ് നമുക്ക് ഈ നാട്ടിൽ എന്തൊക്കെ അറിയാം. നമുക്ക് ആൻഡ്രോയിഡ് ഫോണിനെ കുറിച്ച്, മാക് ബുക്കിനെ കുറിച്ച് അല്ലെ, നമുക്ക് ഭയങ്കര ഒരു AI ടെക്നോളജി. ഇവർക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഇവർക്ക് റൂട്ട് മാപ്പ് ഇല്ലാതെ കാട്ടിൽ നിന്ന് ഏത് ദിശയിൽ പോയാൽ നാട്ടിലേക്ക് എത്താന്നറിയാം. ഒന്നും വേണ്ട, സ്കിൽസ് വേറെ ലെവലാണ്. ഞാൻ അവിടെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവൻ 3 കിലോമീറ്റർ മലയുടെ മുകളിൽ നിന്ന് ഇവനെ പാമ്പ് പിടിച്ചു, വിഷമുള്ള പാമ്പ്. എന്നിട്ട് ഇവൻ നടന്നു വന്നിട്ട് 3 കിലോമീറ്റർ താഴെയുള്ള എന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ കുടിലിന്റെ മുന്നിൽ വന്നിട്ട് കടന്നു. കിടന്നിട്ട് അവനെ അവരോട് പറഞ്ഞു, പിന്നെ മേലെന്ന് പാമ്പടിച്ചോണു ഇനി നെറ്റി കൊണ്ട് കുളിയറും. 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ താഴെ എത്തില്ല. ഒരു ഉഗ്രവിഷം ഉള്ളൊരു പാമ്പ് കടിച്ചാൽ നമ്മൾ മേ ബി എത്തില്ല. പക്ഷെ ഓനിപ്പോഴൊരു കുഴപ്പമില്ല, അപ്പോൾ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഓനിപ്പോഴും കാട്ടിലേക്ക് കയറി പോകേണ്ട ഉറച്ചു വേണ്ട. അവരൊരിക്കലും പാമ്പ്, പുലി ഇതിനൊന്നും ഭയക്കുന്നില്ല. ഒരു ഭയക്കുന്ന ഒരു ജീവിയുള്ളൂ, ആന. അതിനൊരു വലുത് എന്നാണ് പറയാ. വലുത് വന്നിട്ടുണ്ട്.